നടൻ ജയസൂര്യക്കെതിരെയുള്ള രണ്ടാമത്തെ കേസ് തൊടുപുഴയിലേക്ക് കൈമാറി. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് നടിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്നാണ് പരാതി. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും കേസ് അന്വേഷിക്കുക. അതേസമയം നടൻ സിദ്ദിഖിനെതിരെയുള്ള പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പുകൾ സിദ്ദിഖിന് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കരമന സ്വദേശിയായ നടി നൽകിയ പരാതിയിൽ കരമന പോലീസായിരുന്നു നടൻ ജയസൂര്യക്കെതിരെയുള്ള രണ്ടാമത്തെ കേസ് രജിസ്റ്റർ ചെയ്തത്. തൊടുപുഴയിലെ ലൊക്കേഷനിൽ വെച്ച് തനിക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തിയെന്ന നടിയുടെ പരാതിയെ തുടർന്ന് കേസ് തൊടുപുഴ പോലീസിന് കൈമാറുകയായിരുന്നു. തൃശൂർ കേന്ദ്രീകരിച്ചുള്ള പ്രത്യേക അന്വേഷണ സംഘമായിരിക്കും ഇനി കേസ് അന്വേഷിക്കുക. 2013 പിഗ്മാൻ എന്ന സിനിമാ ലൊക്കേഷനിൽ വെച്ചാണ് തനിക്ക് ദുരനുഭവം ഉണ്ടായതെന്ന് പരാതിക്കാരി പറഞ്ഞു. വാഷ്റൂമിൽ പോയി തിരിച്ചു വരുമ്പോൾ നടൻ തന്നെ കടന്നുപിടിച്ചു. ശേഷം നടൻ തന്നോട് ക്ഷമ പറഞ്ഞ് പ്രശ്നം അവസാനിപ്പിച്ചുവെന്നും പരാതിക്കാരി പറഞ്ഞു. എന്നെ ആരും കയറി പീഡിപ്പിച്ചിട്ടില്ല. എനിക്ക് അങ്ങനെ ഒരു പരാതി മീൻസ് ശാരീരികമായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല. ഞാൻ അത് ഈ പീഡനം എന്നുള്ള വാക്കുപയോഗിച്ചുകൊണ്ട് ഈ ഒരു അതിക്രമത്തെ ഇത് ശാരീരികമായിട്ട് കൺസെന്റ് ഇല്ലാതെ തൊട്ട ഒരു അട്രോസിറ്റിയാണ്. അതായത് സ്ത്രീയുടെ അഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള സെക്ഷനാണ് വരുന്നത്. നേരത്തെ കൊച്ചിയിലെ നടി നൽകിയ പരാതിയിലാണ് ജയസൂര്യക്കെതിരെ ആദ്യം കേസെടുത്തത്. ഇതിന്മേലുള്ള അന്വേഷണവും പുരോഗമിക്കുകയാണ്. അതേസമയം നടൻ സിദ്ദീഖിനെതിരെയുള്ള പരാതിയുടെയും എഫ്ഐആറിന്റെയും പകർപ്പുകൾ സിദ്ദീഖിന് നൽകണമെന്ന് കോടതി നിർദ്ദേശം നൽകി. മ്യൂസിയം പോലീസിനോടാണ് കോടതിയുടെ നിർദ്ദേശം. പകർപ്പുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് സിദ്ദീഖ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിച്ചത്. തിരുവനന്തപുരത്ത് മാത്രം രജിസ്റ്റർ ചെയ്യുന്ന കേസുകൾ ജില്ല കേന്ദ്രീകരിച്ച് അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.